അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹക്കൂട്ടുകാരെ, സമസ്ത ചരിത്രത്തിൽ പുതിയൊരു അധ്യായം രചിച്ചുകൊണ്ട് അതിൻ്റെ 100ാം വാർഷികോദ്ഘാടന മഹാസംഗമം ബാംഗ്ലൂരിൽ ചരിത്രമായി. ഒരു സമ്മേളനമാകുമ്പോൾ അതിൻ്റെ വിശകലനങ്ങൾ, അവലോകനങ്ങൾ, വിമർശനങ്ങൾ അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. പക്ഷെ പുതിയ കാലത്ത് സമ്മേളനാനന്തരം പറഞ്ഞു കേട്ട വിമർശനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഡ്രോൺ ക്യാമറയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയം ചർച്ച ചെയ്യാനാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. പക്ഷെ അതിനു മുമ്പ് കൗതുകരമായ ഒരു വിഷയം സൂചിപ്പിക്കുകയാണ്. ഇത് എന്ന് പറയുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് മുനീർ പള്ളിപ്പുറം. അദ്ദേഹത്തെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തണമെന്ന് കരുതുക, പക്ഷെ ഇപ്പോൾ ഒരു സന്ദർഭം സാഹചര്യം കിട്ടിയപ്പോൾ അത് മുതലാക്കുന്നതെന്ന് മാത്രം. മുനീർ പള്ളിപ്പുറം എന്ന് പറഞ്ഞത് സ്റ്റേറ്റ് സൈബർ വിങ്ങിന്റെ കൺവീനർ കൂടിയാണെന്ന് മാത്രമല്ല, ഒരുപാട് ക്രിയേറ്റിവിറ്റി അടങ്ങിയിട്ടുള്ള എന്താ പറയുക അതികായനായിട്ടുള്ള ഒരാൾ കൂടിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കറിയാം, സമ്മേളനം നടക്കുമ്പോൾ 34 പല മൊമെന്റോകളും നമ്മൾ സമർപ്പണം നടത്തുന്നത് കണ്ടു. അതിൽ 34ഓളം മൊമെന്റോകൾ ചെയ്തത് ഇദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് കാര്യങ്ങൾ, SKSFന്റെ സ്റ്റേറ്റ് കലണ്ടറുകൾ ഡിസൈൻ ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ദൈവം തമ്പുരാൻ കൊടുത്ത മഹത്തായ കഴിവുകളിൽ ഒന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ CM-ന് അടക്കം, കർണാടക CM-ന് അടക്കം, DK അടക്കമുള്ള ഒരുപാട് ആളുകൾക്ക് ആ മൊമെന്റോ കൈമാറ്റം ചെയ്യുന്നത് നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഡ്രോൺ ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം. കാരണം അദ്ദേഹത്തിനുള്ള ആ ഒരു ഇൻചാർജ് ഉണ്ടായിരുന്നത് മുനീർ സാഹിബ്. സ്വാഭാവികമായും സമ്മേളനം കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു വിമർശനം അല്ലെങ്കിൽ ഏറെ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ വലിയൊരു സമ്മേളനം നടത്തി, അപ്പോൾ സമകാലിക പരിസരത്ത് നടത്തുന്ന സമ്മേളനങ്ങൾക്ക് അങ്ങനെ പബ്ലിസിറ്റി, മീഡിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട് അതിൽ നിന്ന് ഡ്രോൺ ക്യാമറ അത് ഒഴിവായി എന്ന ചോദ്യത്തിന് എന്താണ് വിശദീകരണം നൽകാനുള്ളത്? ഡ്രോൺ ക്യാമറ എന്ന് പറയുന്നത് ബാക്കിയുള്ള നമ്മുടെ മീഡിയ വർക്കുകളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുമ്പോഴും ഡ്രോൺ ക്യാമറ വന്നിട്ടില്ല എന്നുള്ളത് ക്രൗഡിനെ കാണാത്തത് കൊണ്ടാണ് അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അത്രയും വലിയ ഒരു സമ്മേളനം നടന്നിട്ട് ഒരു ഡ്രോൺ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഒപ്പിയെടുക്കാൻ പറ്റുള്ളൂ. ഒപ്പിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ ചർച്ച, അല്ലെങ്കിൽ ക്രൗഡിനെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതിലിപ്പോ പിന്നെ നമുക്ക് അവിടെ ഡ്രോൺ പറത്താൻ പറ്റാതിരുന്നതിന്റെ സാഹചര്യം എന്ന് പറയുന്നത്, അവിടെ ഓൾറെഡി ഈ ഡ്രോൺ ക്യാമറകൾക്ക് ബാനുള്ള ഏരിയ ആണ്. നമുക്ക് ഈ പിന്നെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാല് ഡ്രോൺ ക്യാമറ ബാൻഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ആർക്കും സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അവൈലബിൾ ആയിട്ടുള്ള. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോ അതിൽ പെട്ടൊരു സ്ഥലമാണ്. അപ്പൊ അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത് പാലസ് ഗ്രൗണ്ട് ആയി എന്നുള്ളതാണ് പലരും പറയുന്നത്. സത്യത്തിൽ അതല്ല. അവിടെ എയർഫോഴ്സിന്റെ അതിന്റെ ചുറ്റുഭാഗത്തിൽ 70% കവർ ചെയ്യുന്നത്, അതായത് ഈ സ്ഥലവുമായിട്ട് 70% കവർ ചെയ്യുന്നത് അടുത്തുള്ളത് ഈ നമ്മുടെ എയർഫോഴ്സിന്റെ ഓഫീസുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി ഇഷ്യൂസ് അതുകൊണ്ടാണ് അവിടെ ഡ്രോൺ ക്യാമറകൾ അനുവദിക്കാത്തത്. എന്നാൽ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് മുന്നേ തന്നെ സമ്മേളനം പ്രഖ്യാപിച്ച ആ ഒരു പാലസ് ഗ്രൗണ്ടിലാണ് നടക്കുക എന്നുള്ളത് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ഈ വിഷയത്തെ കുറിച്ച് അറിവുള്ളത് കൊണ്ടും അവിടെ അതിനു വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് റിജക്ട് ചെയ്യാണ് ഉണ്ടായത്. എന്നാൽ പക്ഷെ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ വേറെ ആളുകൾ അവിടെ സമ്മേളനം നടത്തിയപ്പോൾ അതിന്റെ ഒരു ഫോട്ടോസ് ഫേക്ക് ആയിട്ട് പോലും സമസ്ത സമ്മേളനത്തിന് പറ്റിയെന്ന്. അപ്പൊ അതൊക്കെ അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് ഒഫീഷ്യലി പറത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത്. മുൻകാലങ്ങളിൽ അവിടെയുള്ള സമ്മേളനങ്ങൾ നടന്നതിന്റെ ഫോട്ടോസ് വന്നിരിക്കുന്നത് അതിന്റെ പുറകിലുള്ള പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന്, അതായത് ഒരു പാലമുണ്ട്, ആ പാലത്തിന്റെ മുകളിൽ നിന്നൊക്കെയാണ് ഡ്രോൺ പറത്തിയിരുന്നത്. അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ ജസ്റ്റ് അത് കോപ്പി ചെയ്തിട്ട് അങ്ങ് പോവുക. അതായത് കൂടുതൽ ടൈം നമുക്കത് എടുക്കാൻ പറ്റാത്തൊരു, പക്ഷെ അതും ലീഗൽ അല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറത്തിയിരുന്നു ആക്ച്വലി. അതായത് ഫസ്റ്റ് ടൈം അതിന്റെ അടുത്ത് കുറച്ച് സമയം. അപ്പൊ അത് ഉയരുമ്പോൾ തന്നെ പോലീസുകാർ വന്നിട്ട് ഞങ്ങളുടെ ഇതിന്റെ റിമോട്ട് പിന്നെ വാങ്ങാനുണ്ടായിരുന്നത്. ഇനി പറത്തിക്കനാൽ അത് നിങ്ങളുടെ പേരിൽ FIR ചുമത്തും എന്നുള്ള വിഷയമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പറത്തണമെങ്കിൽ കൂടി അതിന്റെ ഡ്രോണിന്റെ റിമോട്ട് അവരുടെ കയ്യിലായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കത് തിരിച്ചു തരികയുണ്ടായി. അതായിരുന്നു അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഉയർത്തുമ്പോൾ തന്നെ അത് കാണുകയും അത് വാങ്ങുകയും ചെയ്തതുകൊണ്ടാണ് ഒരു ഇഷ്യൂ. നമുക്ക് പിറകിൽ നിന്ന് പിന്നീടാണ് ഞങ്ങൾ ഈ പിറകിൽ നിന്നാണ് അവര് പറത്തിയത് എന്നുള്ളത്, മുൻ കാലങ്ങളിൽ പറത്തിയത് എന്നുള്ളത് ആ സമയത്ത് ഡ്രോൺ ഓപ്പറേറ്ററെ കോൺടാക്ട് ചെയ്തിട്ട് സംഭവം അറിയാൻ സാധിച്ചത് അങ്ങനെയാണ്. പക്ഷെ എന്റെ ചോദ്യം, ഈ ബാൻ ചെയ്തതിന് ശേഷം നേരത്തെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നറിയാം,
എന്നിട്ട് വീണ്ടും അതിന്റെ സമ്മേളന നഗരിയിൽ ഇടയ്ക്ക് ഒരു ഡ്രോൺ പറത്തുന്നത് സാഹചര്യം, അതെന്താണ് അതിന്റെ സാഹചര്യം? അല്ല, അത് മുൻകാലങ്ങളിൽ ആൾക്കാർ പറത്തിയല്ലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ച സമയത്ത് അവിടെ പ്രാദേശികമായിട്ട് കിട്ടിയ ഒരു റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞത്, അത് CM അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും ഇല്ലെങ്കിൽ വലിയൊരു ഇഷ്യൂ വരൂല. അതുകൊണ്ട് CM വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ പിന്നെ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഇഷ്യൂ വരില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് പറഞ്ഞു. അങ്ങനെ ആരോ പറഞ്ഞു. അത് പ്രാദേശികമായിട്ട് അവിടെ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. ആ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്ത ആളായിരുന്നു അവിടെ ഇതിനു മുമ്പ് നടന്ന പ്രോഗ്രാമുകളിൽ ചെയ്തത്. അപ്പൊ അവർ ആ ഒരു ഇൻഫർമേഷൻ തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിന് ശ്രമിച്ചത്. ശരിക്കും അത് ശ്രമിക്കരുത്, അതായത് നമ്മൾ ശ്രമിച്ചത് പോലും തെറ്റാണ് എന്നുള്ളത് പിന്നീടാണ് അതിന്റെ ഗൗരവം മനസ്സിലായത്. അപ്പൊ മാഷാ അല്ലാഹ്, എന്തൊക്കെയാണ് ഇതാണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് പറയുന്നത്. നമുക്ക് നിയമപരമായിട്ടില്ല, പ്രത്യേകിച്ച് സുരക്ഷാ കാരണങ്ങളാൽ പിന്നെ അതൊക്കെ രാജ്യത്തിന്റെ നിയമം പാലിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ നിജസ്ഥിതി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചു എന്ന് മാത്രം.